ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാനിതേ നമ്മുടെ ഏടത്തമ്മയുടെ വീട്ടിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചിന്നനാണ്, ചിന്നൻ എന്നാണ് പേര്. ചിന്ന, രമ്യ ചേച്ചി എവിടെയാടാ? എവിടെ പോയിടാ? ഓ, എവിടെയോ പോയിരിക്കുക, വാതിലൊക്കെ തുറന്നിട്ടിട്ടില്ലേ? എവിടെ പോയടാ? ഇവിടെ വരട്ടെ, അടി കൊടുക്കാട്ടാ. പോട്ടെ, ഒരു കുട്ടീനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയിരിക്കുകയാണ് ഇങ്ങനെ. ഇന്നലെ അതിന് വന്നപ്പോ അടി കിട്ടിയില്ലേ? രമ്യ ചേച്ചി, അകത്തൊരാൾ കിടപ്പുണ്ട്. അകത്തൊരാളോട് മിണ്ടിയിലൊന്നും പറഞ്ഞിട്ട് പരാതിയാ. അകത്താണ് കെട്ടിയിട്ടിരിക്കുന്നത്. ഇവിടെ വെളിയിൽ ഒരാളെ കെട്ടിയിട്ടിരിക്കുകയാണേ. ചിന്നെന്നാണ് പേര്. ചിന്ന, ചിന്ന, ദീപു എവിടെയാടാ? ദീപു എവിടെയാടാ? ദീപു ഇവിടെ ആരെ പറ്റി ചോദിച്ചാലും അവൻ പറയും എവിടെ പോയിന്ന്. എവിടെ പോയിടാ? ചിന്ന എവിടെ പോയി? ദീപു എവിടെ പോയി? എവിടെ പോയി? ഏട്ടൻ എവിടെ പോയിടാ? ഏട്ടൻ അജയേട്ടൻ എവിടെ? അജയൻ എവിടെ? എവിടെ പോയിടാ? ഒയ്യടാ. ചിന്ന, നീ ചോറ് കഴിച്ചടാ? ചോറ് കഴിച്ചാ ചിന്ന? ചോറ് കഴിച്ചാ? നമ്മുടെ ഏട്ടനും എടുത്തേക്കും പട്ടികളിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ജീവൻ്റെ ജീവനാണ്. നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ പോലെ സ്നേഹിക്കും വളർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ തറവാട്ട് വീട്ടിലായിരുന്നു ചിന്നൻ ആദ്യം ഉണ്ടായിരുന്നു. അനിയനും കൊണ്ടുവന്നതായിരുന്നു. ഇപ്പോൾ അങ്ങനെ പിന്നെ ഇതിനിങ്ങനെ അഴിച്ചൊക്കെ വിടുമായിരുന്നു. അപ്പോൾ റോഡിലിങ്ങനെ നിൽക്കുമ്പോൾ വണ്ടി ഇടിച്ചതിൻ്റെ കാലിന് പരിക്ക് പറ്റി കേട്ടോ. നല്ല മുറിവായിരുന്നു. അപ്പോൾ ഏടത്തിയമ്മയും ഏട്ടനൊക്കെ ആയിരുന്നു ഇതിനെ നോക്കിയത്. ഇതിൻ്റെ കാലിൽ സ്പ്രേ മരുന്നൊക്കെ അടിച്ച് കാല് പൊറുപ്പാക്കി കൊടുത്തു. അപ്പോൾ അതിൻ്റെ നന്ദി സ്നേഹമാണ് കേട്ടോ. രമ്യ ചേച്ചി എന്ന് പറഞ്ഞാൽ മതി. രമ്യ ചേച്ചി എവിടെയെന്ന് ചോദിച്ചാൽ എല്ലാവിടെയും നോക്കും നമ്മുടെ ചിന്നൻ. ഇപ്പോൾ 1-2 വർഷമായി ഇവിടെ തന്നെയാണ് ആൾ താമസം. പക്ഷെ അവിടെയുള്ള എന്നെ എപ്പോൾ കണ്ടാലും നല്ല സ്നേഹമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൊതുകൊക്കെ ഉണ്ടോ തോന്നുന്നുണ്ട്. അത് കാരണമാണ് തോന്നുന്നുണ്ട് ആൾക്ക്. ചിന്ന, അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്തൊരാൾ കൂടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് എന്താണ്? ജൂലിന്ന് അങ്ങനെ എന്തോ ആണ് പേര്. കാണിച്ചു തരാം. ഇതാണ് കേട്ടോ അടുത്ത ആള്. ജൂലിന്ന് എന്തോ ആണ് പേര്. എനിക്ക് മറന്നുപോയി എന്താ പേരെന്നുള്ളത്. അപ്പോൾ ജൂലിക്ക് ഭക്ഷണം കൊടുത്താലും കഴിക്കില്ല. കാരണം ചിന്നന ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് ജൂലിക്ക് കൊടുത്താൽ ജൂലി ഭക്ഷണം കഴിക്കുള്ളൂ. അല്ലേ കഴിക്കില്ല കേട്ടോ. ഭയങ്കര സ്നേഹബന്ധമാണ്.